മൂങ്ങ, കൂമൻ, കാലൻകോഴി എന്നിങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന പക്ഷി നിശാചാരി. മരണത്തിൻ്റെ പ്രതീകമായിട്ടാണ് പലരും ഈ പക്ഷിയെ കണക്കാക്കുന്നത്. കാലൻ്റെ പ്രതീകമായിട്ട് കണക്കാക്കുന്നത് കൊണ്ടാണ് ഇതിന് കാലൻകോഴി എന്ന പേര് തന്നെ വന്നത്. അങ്ങനെ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട പക്ഷി കൂടിയാണ് ഈ മൂങ്ങ അല്ലെങ്കിൽ കാലൻകോഴി എന്നുള്ളത്. കാരണം ഒരേ സമയം തന്നെ മുൻപിലോട്ടും പുറകിലോട്ടും നോക്കാൻ പറ്റുന്ന ഏക പക്ഷി, അതുമാത്രമല്ല ശബ്ദമില്ലാതെ പറക്കാൻ പറ്റുന്ന ഏക പക്ഷി, മഹാലക്ഷ്മിയുടെ വാഹനം കൂടിയാണ് മൂങ്ങ. നമ്മുടെ ഇതിഹാസമായ മഹാഭാരതത്തിൽ ഗസ്റ്റ് അപ്പിയറൻസിൽ വരുന്ന ഒരു പക്ഷി കൂടിയാണ് മൂങ്ങ. മൂങ്ങ രാത്രിയിൽ കാക്കളെ ആക്രമിക്കുന്നതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് അശ്വത്ഥാമ പാണ്ഡവരിൽ നിന്ന് തെറ്റിദ്ധരിച്ച് പാണ്ഡവപുത്രന്മാരെ വധിക്കുന്നത്. അവനെ പുറത്തു കൊണ്ട് വിട്ടതിന് ശേഷം രണ്ടാമത് വീണ്ടും വന്നാണ്. പക്ഷെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. അതിനുശേഷമാണ് അവനെ വീണ്ടും കാണുന്നത്. എനിക്ക് തോന്നുന്നു കാക്കകളെന്തോ ആക്രമിച്ചിട്ട് താഴെ വീഴാണെന്ന് തോന്നുന്നു. പക്ഷെ അധികം പറക്കാൻ പറ്റുന്നില്ല. അവനധികം സമയം പറക്കാൻ പറ്റില്ല, അധികം ദൂരമൊന്നും പറക്കാൻ പറ്റുന്നില്ല. കുറച്ച് ദൂരമേ പറക്കാൻ പറ്റുന്നുള്ളൂ. മാത്രമല്ല കുരങ്ങുകൾ ആക്രമിക്കുന്നത് കണ്ട്, കുരങ്ങുകൾ ഇതിൻ്റെ കൂടെ നിന്ന് ആക്രമിക്കുന്നത് കണ്ടിട്ടാണ് എന്നെ ഫോൺ ചെയ്തിട്ട് ഞാൻ റൂമിലായിരുന്ന സമയത്ത് അപ്പോൾ വന്നാണ്. നോക്കുമ്പോൾ താത്തിരിക്കുന്നു. ഇവൻ അന്ന് കണ്ട അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ കളർ കാണുമ്പോൾ കുറച്ച് വ്യത്യാസം തോന്നുന്നുണ്ട്. എനിക്കറിയില്ല എന്താണെന്നുള്ളത്. പിന്നെ ഈ സംഭവം നടക്കുന്നത് തമിഴ്നാടാണ്. മധുരയിലുള്ള ശിവാനന്ദ യോഗവേദാന്ത മീനാക്ഷി ആശ്രമം. ആൾക്കാർ മൂങ്ങയെ കണ്ട് പേടിച്ചിട്ട് നിൽക്കുകയായിരുന്നു ഇവിടുത്തെ വർക്കേഴ്സൊക്കെ. കാരണം മൂങ്ങ എന്നെല്ലാം പറഞ്ഞാൽ പൊതുവെ മരണത്തെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ട് അവർക്ക് ഭയങ്കര പേടിച്ച് നിൽക്കുന്ന സമയത്താണ് ഞാൻ വന്നിട്ട് വളരെ സാഹസികമായിട്ട് മൂങ്ങ കയ്യിലേക്ക് എടുക്കുന്നത്. പിന്നെ മൂങ്ങത് കയ്യിൽ സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. കാരണം മനുഷ്യന്മാർക്കധികം ഇണങ്ങാത്തൊരു പക്ഷിയാണല്ലോ മൂങ്ങ എന്നുള്ളത്. പിന്നെ പതുക്കെ എടുക്കട്ടെ, കയ്യിലെടുത്തിട്ട് മെല്ലെ റൂമിലോട്ട് കൊണ്ടുപോകട്ടെ. ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുരങ്ങളുടെ അക്രമത്തിൽ എന്തെങ്കിലും അപകടം പറ്റും. മാത്രമല്ല നായക്കൾ 2-3 ഇവിടെ തിരിയുന്നുണ്ട്. അത് മിക്കവാറും പിന്നെ കശാപ്പാക്കും മിക്കവാറും. അതുകൊണ്ട് റൂമിലോട്ട് കൊണ്ടുപോകാം. അങ്ങനെ അതിഥി നമ്മുടെ റൂമിലെത്തിയിരിക്കുന്നു. ഇവൻ പിന്നെ വൈൽഡ് കാറ്റഗറിയിൽ വരുന്നത് കൊണ്ട് നമുക്ക് ഇതിനെ പെറ്റായിട്ട് വളർത്താൻ സാധിക്കില്ല. ആസ് പെർ ഇന്ത്യൻ റൂള് അത് ബാൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വേറെ വഴിയില്ല. എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ പൊക്കോ. മൂങ്ങക്കുട്ടൻ പുറത്തോട്ട് കൊണ്ടുപോവാം. മൂങ്ങക്കുട്ടൻ ഇവനെ നമുക്ക് വളർത്താൻ പറ്റാത്തത് കൊണ്ട് അവൻ വളരട്ടെ, അവരുടെ കൂട്ടത്തിൽ തന്നെ വളരട്ടെ. അതാ ബെസ്റ്റ്. പറക്കാൻ പറ്റുന്നില്ലല്ലോ. പിടിച്ചു കൊണ്ടില്ല. അവൻ പുറത്ത് പോകാൻ പറക്കുന്നില്ല. അവൻ കുറച്ചുകൂടെ സേഫായിട്ട് വസ്തുത്തെ കൊണ്ടുവിടാൻ. നായയുടെ ശബ്ദം കൊണ്ടുവിടും. കയ്യിൽ നിന്ന് പറന്നിട്ട്, പക്ഷെ അധികത്തിനും പറക്കാൻ പറ്റുന്നുമില്ല. ഇവിടെ വന്നിരിക്കുകയാണ്, കണ്ടില്ലേ? അപ്പത്താണ് 2 നായക്കൾ കിടന്ന് തിരിയുന്നുണ്ട്. അവനെന്താണെന്നുള്ളതൊരു അറിയില്ല. അവിടെ വായിലേക്ക് കൊണ്ട് വെച്ചു കൊടുക്കാൻ തോന്നുന്നില്ല. കയ്യിലോട്ട് കയറിയിട്ടുണ്ട്. എപ്പോഴും പറന്നു പോകുന്നറിയില്ല. അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി എല്ലാം വിധി പോലെ വരട്ടെ. ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ കൂടെ നിൽക്കുന്നുമില്ല.